For me, it's always about biryani. And for my husband, it's always about fried rice and chili chicken. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബിരിയാണി തിന്ന് എടുത്തപ്പോൾ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വെച്ചു. ആലുവയിലെ താൽ കിച്ചണിൽ നിന്നാണ് സ്വിഗ്ഗി ത്രൂ ഓർഡർ ചെയ്തേക്കുന്നത്. 170 റുപ്പീസാണ് ചിക്കൻ ബിരിയാണിക്ക് വരുന്നത് ഹാഫിന്, ആൻഡ് 390 ഫോർ ദ ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ കോംബോ. എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഫോർ ദ പ്രൈസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ക്വാണ്ടിറ്റി ആണെങ്കിൽ അത്യാവശ്യം കഴിക്കാനുള്ളതും അതുപോലെ തന്നെ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ജ്യൂസി ആയിരുന്നു. ഒരു സോസ് പാക്കറ്റൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ലോങ് റൈസിൽ നല്ല ടേസ്റ്റുള്ള വിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി ഫ്രൈഡ് റൈസ്. ആൻഡ് ഫോർ ദ ബിരിയാണി നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് അച്ചാറും അതുപോലെ തന്നെ കച്ചമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഹാഫ് പ്രൈസിന് വന്നിട്ട് 170 റുപ്പീസിൻ്റെ ഒരു വേർത്ത് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം 170 റുപ്പീസിൽ ഒരു അത്യാവശ്യം വലിയൊരു ചിക്കൻ പീസും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റി ഒക്കെ അതിലുണ്ടായിരുന്നു. ആൻഡ് പാക്കേജിങ്ങിൽ വന്നിട്ട് 25 റുപ്പീസ് അവർ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അത്യാവശ്യം നല്ലപോലെ സ്പൈസ് കഴിക്കുന്ന ഒരാളാണ്. ബട്ട് ഈ ഒരു ബിരിയാണിക്ക് ഇത്രയും സ്പൈസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേണ്ട. കാരണം ഇന്നത്തെ കുക്കിങ്ങിൽ മേ ബി പറ്റിയതായിരിക്കും. സ്പൈസ് ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. കാരണം മസാലയുടെ ഒരു ഫ്ലേവർ എനിക്ക് ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു സ്പൈസ് കാരണം. ഓവറോൾ വന്നിട്ട് നല്ലൊരു ഫുഡായിരുന്നു. സോ ഹാവ് ഇറ്റ് ആൻഡ് ലവ് ഇറ്റ്.